രാഹുൽ മാങ്കൂട്ടത്തലിന് എതിരായ ആരോപണങ്ങളിൽ പ്രതിരോധത്തിലായിട്ടും അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ്. അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും അത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. തുടർന്നാണ് അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും KPCC പിന്മാറുന്നത്. എ ഗ്രൂപ്പിന് വേണ്ടി മാത്രം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മാറ്റിവെക്കുന്നത് പുനഃപരിശോധിക്കണമെന്നും ചില നേതാക്കൾ. പാർട്ടിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ തർക്കവും ആരോപണങ്ങളും പരസ്യ ചർച്ചയും ഒഴിവാക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തലിന് എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തീരുമാനം. ഇക്കാര്യം ഒരു വിഭാഗം നേതാക്കളും വ്യക്തമാക്കിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പെൺകുട്ടികൾ പരാതിയുമായി എത്തുമോ എന്ന ആശങ്കയാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. ഇങ്ങനെ സംഭവിച്ചാൽ പരാതികൾ പോലീസിന് കൈമാറേണ്ടി വരും. ഇത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ കമ്മീഷനെ വയ്ക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് KPCC എത്തിയത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തുടർ ചർച്ചകൾ നടത്തുന്നുണ്ട്. അടിയന്തരമായി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ചർച്ചകൾ തുടരും. എ ഗ്രൂപ്പിൽ നിന്നുള്ള നേതാവാണ് പതിവായി അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയിച്ചു വരാറുള്ളത്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എ ഗ്രൂപ്പിന് യൂത്ത് കോൺഗ്രസ് സ്ഥാനം എന്ന ഫോർമുലയുണ്ടായത്. അന്ന് ഗ്രൂപ്പിലെ എല്ലാ നേതാക്കളുമായി ചർച്ച ചെയ്താണ് തീരുമാനം എടുത്തത്. എന്നാൽ ഇപ്പോൾ എല്ലാ എ ഗ്രൂപ്പിന്റെ പേരിൽ ഷാഫി പറമ്പിൽ തീരുമാനിക്കുകയാണെന്ന പരാതിയാണ് ഉയരുന്നത്. പാലക്കാട് MLA ആയിരുന്ന ഷാഫി വടകരയുടെ MP ആയപ്പോഴും പാലക്കാട് തന്റെ പിൻഗാമിയായി രാഹുലിനെ നിർത്തി. ഇത് പാലക്കാട്ടെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയായി. ഇതിനൊരു മാറ്റം കൊണ്ടുവരണമെന്നാണ് ചില മുതിർന്ന നേതാക്കൾ ഇപ്പോൾ വാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപീകരിക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോര് തുടരുന്നതിനാൽ ഇതിന് കർശന വിലക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണെന്ന പരോക്ഷ വിമർശനമുയർത്തി രാഹുൽ അനുകൂലികൾ ഗ്രൂപ്പുകളിൽ രംഗത്തെത്തിയിരുന്നു. അബിന്റെ ചിത്രം പശ്ചാത്തലമാക്കി ബാഹുബലി സിനിമയിൽ നായകനെ കട്ടപ്പ എന്ന കഥാപാത്രം പിന്നിൽ നിന്നും കുത്തുന്ന പോസ്റ്റർ കണ്ണൂരിൽ നിന്നുള്ള നേതാവ് ഗ്രൂപ്പിൽ ഇട്ടതോടെയാണ് പോരിന് തുടക്കമായത്. ഇതോടെ അബിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഗ്രൂപ്പിൽ ചർച്ച കൊഴുത്തു. പിന്നിൽ നിന്ന് കുത്തിയത് അബിൻ വർക്കിയാണെന്ന് രാഹുൽ അനുകൂലികൾ ആരോപിച്ചു. പ്രസിഡന്റിന്റെ ചെയ്തികൾ പുറത്തു വന്നതിന് അബിൻ എന്തു പിഴച്ചെന്ന് മറുവിഭാഗം തിരിച്ചടിച്ചു. ഇതിനിടെ പോസ്റ്റർ ഇട്ടയാൾ തന്നെ ഡിലീറ്റ് ചെയ്തു. രാഹുലും അബിൻ വർക്കിയും ഗ്രൂപ്പിൽ നിശബ്ദത പാലിച്ചെങ്കിലും അനുയായികൾ പോരു തുടർന്നു. അതിരുവിട്ടതോടെ സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പുഷ്പലത ഗ്രൂപ്പ് അഡ്മിൻ ഒള്ളിയാക്കി. എന്തായാലും ഗ്രൂപ്പുകളിലും ഇപ്പോൾ തർക്കങ്ങൾ തുടരുന്ന കാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് ഗ്രൂപ്പ് പോലും അഡ്മിൻ ഒള്ളിയാക്കി മാറ്റിയത്.